ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേലിലേക്ക് സ്വാഗതം. ഇന്നൽപ്പം കൂവ വിരകാമെന്ന് വിചാരിച്ചു. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുവേണ്ടി ഞാനിവിടെ 200 ഗ്രാം ഏകദേശം കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനെ 400 മില്ലി വെള്ളത്തിൽ, അതായത് 2 ഗ്ലാസ്, നമ്മൾ ചായ കുടിക്കുന്ന 2 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിത് കലക്കി, പച്ചവെള്ളത്തിൽ ഇതിനെ കലക്കി കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനം എന്താ വെച്ചാൽ, ഞാൻ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, ഇത് പെട്ടെന്ന് കുറുകി വരുമ്പോൾ അടി പിടിച്ച് പോകാതിരിക്കാനും നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് പിന്നെ ഇതിലേക്ക് ഞാൻ ഈ വലുപ്പത്തിലുള്ള 2 ശർക്കര എടുത്തിട്ട് അവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് 2 വലുപ്പത്തിലുള്ള ശർക്കര എടുത്ത് ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറുകി വരുന്നവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഞാനിതൊന്ന് കുറുകി വരട്ടെ. നമ്മുടെ കൂവപ്പൊടിയൊക്കെ ഇവിടെ വെന്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നേരത്തെ ഉണ്ടായിരുന്ന വെള്ളം നിറം മാറി കണ്ണാടി പോലെ ഈ ലെവലിലേക്ക് വരണം. അതിന് ശേഷം നമുക്ക് ഉരുക്കി വെച്ച വെല്ലപ്പാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെല്ലത്തിൽ അഴുക്കൊന്നുമില്ല, അങ്ങനെ തന്നെ നമുക്ക് ചേർത്താവുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റും, ഞാൻ നേരത്തെ 2 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിച്ചത് പറഞ്ഞല്ല, 5 ഗ്ലാസ് വെള്ളം വേണം. അതിന് ശേഷം 3 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച ശേഷമാണ് ഇത് വെന്ത് കിട്ടിയത്. അതായത് 200 ഗ്രാം കൂവപ്പൊടിക്ക് 5 ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം വേണം. അത് ഈ രീതിയിലൊന്ന് വെന്ത് പാകമായിട്ട് വരാം. ഇനി ഇത് ഈ വെള്ളത്തിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ. കൂവ വരകിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ അവസാനം 1 ടീസ്പൂൺ നെയ്യും ചേർത്തി കൊടുത്തു. പിന്നെ കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്ത് 1 സ്പൂൺ ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ നാളികേരം കൂടി എനിക്കൊന്ന് ചേർത്തി കൊടുക്കാം. നാളികേരം പക്ഷേ അത്ര നിർബന്ധമല്ല, എങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി ചേർത്ത നമ്മുടെ കൂവ വരകിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂവ വരകിയത് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അറിയുമായിരിക്കും, എങ്കിലും അറിയാത്ത പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചത്. ഓക്കെ, thank you for watching.